C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന? ഒരു ഗൂഢാലോചനയില്ല. നിന്റെ പെണ്ണുകാണൽ ചടങ്ങിന് കൂടണം, അതങ്ങ് നടത്തണം. അതിനാ ഞാൻ വന്നേ. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടക്കണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഞങ്ങള്. ചേച്ചി ഒറ്റയ്ക്കാണോ? ഏട്ടൻ വന്നില്ലേ? ഇപ്പൊ എത്തും. ഓഫീസില് എന്തോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ഉടനെ എത്തും. ഓ അല്ല, അതെ, ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കല്യാണം വേണ്ടെന്നല്ലേ? അങ്ങനെ രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട. ഞാൻ അമ്മയോടല്ല ചേച്ചിയോടാ പറഞ്ഞത്. ഹലോ, മമ്മി പറഞ്ഞത് തന്നെയാ അതിനുള്ള ഉത്തരം. ഈ ആലോചനയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാന്ന് കരുതേ വേണ്ട. ചേച്ചി, എന്റെ സൈഡ് കൂടി ചേച്ചി ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. കേക്കാം, അതൊക്കെ കേക്കാം. ഇപ്പോഴല്ല, ഈ പെണ്ണു കാണൽ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. ജ്യോതി, ഇവളങ്ങനെ പലതും പറയും. ഇവളെ വിളിച്ചുകൊണ്ടുപോയി പെട്ടെന്ന് റെഡിയാക്ക്. എടി, എന്തൊരു കോലമാടി ഇത്. പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണ് നിൽക്കേണ്ടത് ഇങ്ങനെയാണോ? ഇതിനെന്താ ഇപ്പൊ കുഴപ്പം? ഇത്രയൊക്കെ തന്നെ ധാരാളം. ഓ എടി, ആ ചെക്കൻ നല്ല മിടുക്കനാ. കാണാൻ നിന്നെക്കാള് സുന്ദരൻ. ഇതുപോലൊരു ചെക്കനെ ഇനി നിനക്ക് കിട്ടുകയില്ല. അതെന്താ, ഭൂമിയിലുള്ള ചെക്കന്മാര് മുഴുവൻ അങ്ങ് തീർന്നു പോവോ? എടി, അഹങ്കാരം പറയാതെ പോയി റെഡിയാ വന്നോക്കടി. ജ്യോതി മോളെ, നീ ഇവളെ വിളിച്ചോണ്ട് പോ. വാ. ദേ അമ്മേ, കാര്യം കാണാൻ ഏതളവും പറ്റുന്ന അമ്മയുടെ സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് മാറ്റ്. ഡേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. മമ്മി, പ്രിയ, നീ വന്നേ. പോയി റെഡിയാ അവിടെ. വാ വാ. ഹലോ ഏട്ടാ. ജ്യോതി, എന്താ എവിടെ? ഇവിടെ എല്ലാം റെഡിയായി വരുന്നു. ദേ, അവരിങ്ങ് എത്തുന്നതിന് മുന്നേ ഏട്ടൻ ഇങ്ങോട്ട് എത്തണേ. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ്. ഞാൻ ദേ ഇപ്പൊ എത്തും. പ്രിയ എങ്ങനെ, ഹാപ്പിയാണോ? അങ്ങനെ ഹാപ്പിയാണോന്ന് ചോദിച്ചാ അത്രയ്ക്ക് ഹാപ്പിയൊന്നും അല്ല. ഒന്ന് ഒരുക്കി നിർത്താൻ റൂമിലേക്ക് കയറ്റി ഇരുത്തിയിരിക്കെ ഇപ്പൊ. അവളോട് സന്തോഷമായിട്ടിരിക്കാൻ പറ, എല്ലാം ശരിയാവും. നീ ആ ഫോണൊന്ന് അവൾക്ക് കൊടുത്തേ. ഏട്ടനാ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഹലോ ഏട്ടാ. പ്രിയേ, നീ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. ഹാപ്പി ആയിട്ടിരിക്കേ. ഈ കല്യാണാലോചന നിന്റെ ലൈഫിൽ നന്മയും ഉണ്ടാക്കും. അതല്ല ഏട്ടാ, എന്റെ പേടി എന്താന്ന് വെച്ചാ, അവിനാശിനെ കുറിച്ചുള്ള പേടിയാണെങ്കിൽ അതോർത്ത് ടെൻഷൻ അടിക്കണം. അതിന്റെ കാര്യം ഞാൻ ഏറ്റു. ഇത് ഏട്ടൻ ഇതുവരെ പറഞ്ഞ പോലെയല്ല. ഈ കല്യാണത്തിന് മുൻപ് അവൻ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ അവനെ കൈകാര്യം ചെയ്തിരിക്കും. പോരെ, നല്ല സുന്ദരി കുട്ടിയായി ചിരിച്ച മുഖത്തോടെ കാണാൻ വരുന്നവർക്ക് മുന്നിൽ സന്തോഷത്തോടെ ചെല്ലണം കേട്ടോ. ശരി ഏട്ടാ, ഞാൻ ചേച്ചിയുടെ കൊടുക്കാം. ഏട്ടാ, ഞാൻ അവളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ അവള് ചെയ്തോളും. ഞാൻ ഇപ്പൊ എത്തും. ഓക്കെ? ശരി ഏട്ടാ. മോളെ, എന്തായി ഒരുക്കങ്ങളൊക്കെ? ഒരുങ്ങാച്ചാ. അതെ, അവര് വന്നിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയായി ഇറങ്ങിക്കോ. ആർക്കും എന്നെ മനസ്സിലാവില്ലല്ലോ. എനിക്ക് വയ്യ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നിൽക്കാൻ. ദേ, ഏട്ടൻ കൊണ്ടുവന്ന ആൾക്കാരാ. അവരെ അപമാനിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഏട്ടൻ പറഞ്ഞിട്ട് വന്നവരായതുകൊണ്ടാ ഞാൻ അവരെ കാണുന്നത് തന്നെ. വെറുതെ ഏട്ടന് നാണം കെടുത്താതിരിക്കാൻ വേണ്ടി മാത്രം. ദേ ചേച്ചി, ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ ആ ചെറുക്കന്റെ മുഖത്ത് നോക്കി പറയും. നിർത്തടി. പെണ്ണിന്റെ ഒരു അഹമ്മതി കണ്ടില്ലേ? എടി, കാണാതെ എങ്ങനെയാടി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നേ? അഹങ്കാരി. കാണാതെ പറയാനല്ല, അവിടെ ചെന്ന് അയാളെ കണ്ടിട്ട് പറയുന്ന കാര്യമാ പറഞ്ഞത്. ദേ, DK കൊണ്ടുവന്ന ആലോചനയാ. ഇത് നടക്കണം, നടത്തും. എന്നാ പിന്നെ അമ്മ തന്നെ കെട്ടിക്കോ. എന്താടി പറഞ്ഞേ? മമ്മി, എന്താ ഇത്?
പറഞ്ഞത് കേട്ടില്ലേ സുധേട്ടാ? ഞാനെല്ലാം കേട്ടോണ്ടിരിക്കല്ലേ. അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. നോക്കുവോളെ, നമ്മുടെ വീട്ടിൽ വന്നവരാ. അത് നിന്റെ ഏട്ടൻ പറഞ്ഞിട്ട്. വന്നവരെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പറഞ്ഞുവിടാം. പക്ഷെ നിന്റെ ഏട്ടനോട് നിനക്കൊരു കടമയുണ്ട്. അവന് നീ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് നീ പാലിക്കണം. ദേ, നിനക്ക് വേണ്ടി നിന്റെ ഏട്ടൻ എന്തെല്ലാം ചെയ്തു, അത് നിനക്ക് മറക്കാൻ പറ്റുമോ? ഈ വീട് ഇന്നിങ്ങനെ നിവർന്നു നിൽക്കുന്നത് എന്റെ മരുമകൻ ഒറ്റൊരാൾ കൊണ്ടാ. അവന്റെ അഭിമാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ അതുകൊണ്ട് ഈ അച്ഛൻ സമ്മതിക്കില്ല. മോള് സന്തോഷമായിട്ട് ആ പയ്യനെ വന്നത് കാണണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാം. പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിന്റെ ചേട്ടൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ കല്യാണം നടത്തിയിരിക്കും. വേണ്ട, എന്റെ മോൾ ഇനി ഒന്നും പറയണ്ട. ജ്യോതിമോളെ, അവർക്ക് കുടിക്കാനുള്ളതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കി. ചെല്ല്. അച്ഛലതെ, നീ ചെല്ല്. ചെല്ല് മോളെ. 5 മിനിറ്റ് അതിനുള്ളിൽ മോള് റെഡി ആയിരിക്കണം. അമ്മ വന്ന് വിളിക്കും, മോള് വരും. നമ്മുടെ വീട്ടിൽ വന്നവരോട് അനിഷ്ടത്തോടെ മോള് പെരുമാറില്ല. മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അച്ഛനോട് പറ, അത് അവര് പോയതിനു ശേഷം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.